ഹലോ കുട്ടികളെ, എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആക്ടിവിറ്റി ബുക്കിലെ യൂണിറ്റ് 3 പഠിക്കാം. നമ്മുടെ യൂണിറ്റിന്റെ പേര് ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്നാണ്. മലയാളത്തിൽ ഇതിന്റെ അർത്ഥം പക്ഷികളുടെ ഗ്രാമം എന്നാണ്. ഈ യൂണിറ്റിൽ ആകെ 21 ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോ ആക്ടിവിറ്റിയും വളരെ എളുപ്പമായി നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും ഇംഗ്ലീഷ് ആക്ടിവിറ്റി ബുക്ക് എടുത്ത് തയ്യാറായിരിക്കൂ. ആക്ടിവിറ്റി 1, കളർ ദ പൂക്കളം. കുട്ടികളെ, ആദ്യം ആക്ടിവിറ്റി 1 നോക്കാം. ഡു യു ലൈക്ക് ടു മേക്ക് എ പൂക്കളം എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പൂക്കളം ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? തീർച്ചയായും നമുക്കെല്ലാവർക്കും പൂക്കളം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, അല്ലേ? ഇവിടെ മനോഹരമായ ഒരു പൂക്കളത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഈ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിച്ച് കളർ ചെയ്യണം. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, പച്ച, പിങ്ക് തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിക്കാം. വരയ്ക്ക് പുറത്തേക്ക് കളർ പോകാതെ ഓരോ ഭാഗവും ശ്രദ്ധയോടെ കളർ ചെയ്യണേ. ആക്ടിവിറ്റി 2, ഫെസ്റ്റിവൽസ്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. വിച്ച് ആർ ദ ഫെസ്റ്റിവൽസ് ദാറ്റ് വി സെലിബ്രേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ ഏതെല്ലാമാണ്? 4 ഉത്സവങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓരോ ചിത്രത്തിന്റെയും താഴെ ആ ഉത്സവത്തിന്റെ പേരെഴുതണം. ആദ്യത്തെ ചിത്രത്തിൽ കുട്ടികൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത് കാണാം. അതുകൊണ്ട് ആദ്യത്തെ ആൻസർ ക്രിസ്മസ്. രണ്ടാമത്തെ ചിത്രത്തിൽ പ്രാർത്ഥിക്കുന്ന കുട്ടിയെയാണ് കാണുന്നത്. ആൻസർ ഈദ് ഉൽ ഫിത്തർ. മൂന്നാമത്തെ ചിത്രത്തിൽ പൂക്കളം ഒരുക്കുന്നതാണ് കാണുന്നത്. ആൻസർ ഓണം. നാലാമത്തെ ചിത്രത്തിൽ കുട്ടികൾ ദീപങ്ങൾ തെളിയിക്കുന്നു. ആൻസർ ദീപാവലി. ഒരിക്കൽ കൂടി ആൻസേഴ്സ് പറയാം. 1 ക്രിസ്മസ്, 2 ഈദ് ഉൽ ഫിത്തർ, 3 ഓണം, 4 ദീപാവലി. എല്ലാ ഉത്സവങ്ങളും നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ആഘോഷിക്കണം. ആക്ടിവിറ്റി 3, റീഡ് ദ സ്റ്റോറി. ഇനി നമുക്ക് കഥ വായിക്കാം. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ആർ ട്വിൻസ്. ഡിംപിളും ട്വിങ്കിളും ഇരട്ടക്കുട്ടികളാണ്. ദേ ലിവ് ഇൻ ഹരിതഗിരി വില്ലേജ്. അവർ ഹരിതഗിരി എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. എല്ലാ വർഷവും അവരുടെ ഗ്രാമത്തിൽ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ഫെസ്റ്റിവൽ സീസൺ എത്തുമ്പോൾ മരങ്ങളിൽ നിറയെ പൂക്കൾ വിരിയും. ഗ്രാമം മുഴുവൻ വളരെ മനോഹരമാകും. ഹരിതഗിരി ഗ്രാമത്തിലെ ആളുകൾ ഫെസ്റ്റിവലിന് വേണ്ടി അവരുടെ വീടുകൾ അലങ്കരിക്കും. ഫെസ്റ്റിവൽ സീസൺ എത്തിയപ്പോൾ ഡിംപിളും ട്വിങ്കിളും അവരുടെ വീട് അലങ്കരിക്കാൻ തുടങ്ങി. ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഹു ആർ ട്വിൻസ്? ആൻസർ ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ആർ ട്വിൻസ്. വേർ ഡു ദേ ലിവ്? ആൻസർ ദേ ലിവ് ഇൻ ഹരിതഗിരി വില്ലേജ്. വാട്ട് ഡു ദ പീപ്പിൾ ഡു ഡ്യൂറിംഗ് ദ ഫെസ്റ്റിവൽ? ആൻസർ ദേ ഡെക്കറേറ്റ് ദെയർ ഹൗസസ്. ആക്ടിവിറ്റി 4, ഡെക്കറേറ്റ് ദ ഹൗസ്. ട്വിങ്കിളും ഡിംപിളും ഫെസ്റ്റിവലിന് വേണ്ടി അവരുടെ വീട് അലങ്കരിക്കുകയാണ്. അവരുടെ വീട് അലങ്കരിക്കാൻ നമ്മളും സഹായിക്കണം. താഴെ ബലൂൺസ്, ഫ്ലവേഴ്സ്, ലാംപ്സ്, ഫ്ലാഗ്സ്, ഫെസ്റ്റൂൺസ് തുടങ്ങിയ ഡെക്കറേഷൻസ് നൽകിയിട്ടുണ്ട്. ഇവ നോക്കി വീടിന്റെ ചിത്രത്തിൽ വരയ്ക്കുകയോ കളർ ചെയ്യുകയോ ചെയ്യാം. ബലൂൺസ് വാതിലിനടുത്ത് വരയ്ക്കാം. ഫ്ലവേഴ്സ് ജനലിന് ചുറ്റും വരയ്ക്കാം. ഫ്ലാഗ്സ് വീടിന്റെ മുകളിൽ വരയ്ക്കാം. വീടും പരിസരവും ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിച്ച് ഭംഗിയായി കളർ ചെയ്യണം. ആക്ടിവിറ്റി 5, ടെലിഫോൺ കോൺവെർസേഷൻ. ഡിംപിളും ട്വിങ്കിളും അവരുടെ കൂട്ടുകാരിയായ നിലായെ ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു. അവർ നിലായെ ഫോണിൽ വിളിക്കുന്നു. അവരുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ട്വിങ്കിൾ ചോദിക്കുന്നു, ഹലോ നില, വിൽ യു കം ടു ദ ഫെസ്റ്റിവൽ? നില പറയുന്നു, യെസ്, ഐ വിൽ കം. ഡിംപിൾ ചോദിക്കുന്നു, ഹൗ വിൽ യു കം? അതായത് നീ എങ്ങനെ വരും? നിലയുടെ ആൻസർ ഇങ്ങനെ എഴുതാം, ഐ വിൽ കം ബൈ ബസ്, അല്ലെങ്കിൽ ഐ വിൽ കം വിത്ത് മൈ പാരന്റ്സ്. കംപ്ലീറ്റ് കോൺവെർസേഷൻ ഒരിക്കൽ കൂടി വായിക്കാം. ട്വിങ്കിൾ, ഹലോ നില, വിൽ യു കം ടു ദ ഫെസ്റ്റിവൽ? നില, യെസ്, ഐ വിൽ കം. ഡിംപിൾ, ഹൗ വിൽ യു കം? നില, ഐ വിൽ കം ബൈ ബസ്. ആക്ടിവിറ്റി 6, മൈ വില്ലേജ് ഓർ ടൗൺ. ഹൗ ഇസ് യുവർ വില്ലേജ് ഓർ ടൗൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഗ്രാമം അല്ലെങ്കിൽ പട്ടണം എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ ഗ്രാമത്തിന്റെയോ പട്ടണത്തിന്റെയോ ചിത്രം വലിയ ബോക്സിൽ വരയ്ക്കണം. വീടുകൾ, റോഡുകൾ, മരങ്ങൾ, പൂക്കൾ, സ്കൂൾ, കടകൾ, വാഹനങ്ങൾ എന്നിവ ചിത്രത്തിൽ ഉൾപ്പെടുത്താം. ചിത്രം കളർ ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് ഏതാനും സെന്റൻസസ് എഴുതണം. ഉദാഹരണം, ദിസ് ഇസ് മൈ വില്ലേജ്. മൈ വില്ലേജ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലീൻ. ദെർ ആർ മെനി ട്രീസ് ആൻഡ് ഹൗസസ്. ദെർ ഇസ് എ സ്കൂൾ നിയർ മൈ ഹൗസ്. ദ പീപ്പിൾ ആർ ഫ്രണ്ട്ലി. ഐ ലവ് മൈ വില്ലേജ്. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായി സെന്റൻസസ് മാറ്റി എഴുതാം. ആക്ടിവിറ്റി 7, ഡോണ്ട് ബ്ലോ ദ ഹോൺ. ഹരിതഗിരി ഗ്രാമത്തിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ആരും വാഹനങ്ങളുടെ ഹോൺ മുഴക്കാറില്ല.
കാരണം ഹോണിന്റെ വലിയ ശബ്ദം പക്ഷികളെയും മൃഗങ്ങളെയും ആളുകളെയും ബുദ്ധിമുട്ടിക്കും. ഒരു ദിവസം മോട്ടോർ ബൈക്കിൽ ഒരാൾ ഗ്രാമത്തിലേക്ക് വന്നു. അദ്ദേഹം ഹോൺ മുഴക്കിയപ്പോൾ കുട്ടികൾ പറയുന്നു, സർ, പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കാം, വൈ ഷുഡന്റ് ഐ ബ്ലോ ദ ഹോൺ? കുട്ടികൾക്ക് ഇങ്ങനെ മറുപടി പറയാം, ദ ലൗഡ് സൗണ്ട് വിൽ ഡിസ്റ്റർബ് ദ ബേർഡ്സ്, അല്ലെങ്കിൽ ദിസ് ഇസ് ദ വില്ലേജ് ഓഫ് ബേർഡ്സ്, പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. അപ്പോൾ ആ മനുഷ്യൻ തന്റെ തെറ്റ് മനസ്സിലാക്കി പറയുന്നു, ഓഹ്, ഐ എം സോറി. നമ്മളും ഹോസ്പിറ്റൽ, സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് സമീപം അനാവശ്യമായി ഹോൺ മുഴക്കരുത്. ആക്ടിവിറ്റി 8, മേക്കിംഗ് എ പേപ്പർ ലാന്റേൺ. ഇനി നമുക്ക് പേപ്പർ ലാന്റേൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. സ്റ്റെപ്പ് 1, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, കട്ട് എ സ്ട്രിപ്പ് ഫ്രം ഇറ്റ്. ഒരു കളേർഡ് പേപ്പർ എടുക്കുക, അതിൽ നിന്ന് ഒരു ചെറിയ സ്ട്രിപ്പ് മുറിച്ചെടുക്കുക. സ്റ്റെപ്പ് 2, ഫോൾഡ് ദ പേപ്പർ ഫ്രം ദ മിഡിൽ. പേപ്പർ നടുവിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. സ്റ്റെപ്പ് 3, ഡ്രോ എ ലൈൻ ഓൺ വൺ സൈഡ്. പേപ്പറിന്റെ ഒരു വശത്ത് ലൈൻ വരയ്ക്കുക. സ്റ്റെപ്പ് 4, കട്ട് ദ പേപ്പർ ഇൻ ടു സ്മോൾ സ്ട്രിപ്സ്. പേപ്പർ മുഴുവനായി വേർപെടാത്ത രീതിയിൽ ചെറിയ സ്ട്രിപ്സായി മുറിക്കുക. സ്റ്റെപ്പ് 5, ഓപ്പൺ ദ പേപ്പർ, ജോയിൻ ദ എഡ്ജസ്. പേപ്പർ തുറന്ന് അതിന്റെ രണ്ടറ്റങ്ങളും ചേർക്കുക. സ്റ്റെപ്പ് 6, ഫിക്സ് എ ഹാൻഡിൽ ഓൺ ടോപ്പ്. ആദ്യം മുറിച്ചുവെച്ച സ്ട്രിപ്പ് മുകളിൽ ഹാൻഡിലായി ഒട്ടിക്കുക. ഇപ്പോൾ നമ്മുടെ പേപ്പർ ലാന്റേൺ റെഡി. സിസേഴ്സ് ഉപയോഗിക്കുമ്പോൾ മുതിർന്നവരുടെ സഹായം തേടണേ. മേക്കിംഗ് എ ക്രൗൺ. അടുത്തതായി ചിത്രങ്ങൾ നോക്കി ക്രൗൺ ഉണ്ടാക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതണം. 1, ടേക്ക് എ പേപ്പർ പ്ലേറ്റ്. 2, കട്ട് ദ പേപ്പർ പ്ലേറ്റ് ആസ് ഷോൺ. 3, കളർ ദ പേപ്പർ പ്ലേറ്റ് ബ്ലൂ. 4, കട്ട് ട്രയാങ്കിൾസ് ഫ്രം കളേർഡ് പേപ്പർ. 5, പേസ്റ്റ് ദ ട്രയാങ്കിൾസ് അറൌണ്ട് ദ ക്രൗൺ. 6, ഫിക്സ് എ ത്രെഡ് ആൻഡ് വെയർ ദ ക്രൗൺ. ഇങ്ങനെ മനോഹരമായ ഒരു പേപ്പർ ക്രൗൺ തയ്യാറാക്കാം. ആക്ടിവിറ്റി 9, ഐഡന്റിഫൈ ദ ബേർഡ്സ്. ഇവിടെ മരങ്ങൾക്കും ഇലകൾക്കുമിടയിൽ പല പക്ഷികളും ഒളിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ചിത്രം ശ്രദ്ധയോടെ നോക്കി പക്ഷികളെ കണ്ടെത്തണം. പക്ഷികൾക്ക് അനുയോജ്യമായ കളേഴ്സ് നൽകുകയും അവയുടെ പേരുകൾ താഴെ എഴുതുകയും വേണം. ചിത്രത്തിൽ കാണുന്ന പക്ഷികളിൽ ചിലത് റൂസ്റ്റർ, ഹോൺബിൽ, ക്രെയിൻ, പീകോക്ക്, പാരറ്റ്. റൂസ്റ്റർ എന്നത് പൂവൻകോഴി, ഹോൺബിൽ എന്നത് വേഴാമ്പൽ, ക്രെയിൻ എന്നത് കൊക്ക്, പീകോക്ക് എന്നത് മയിൽ, പാരറ്റ് എന്നത് തത്ത. നിങ്ങൾ കണ്ടെത്തുന്ന പക്ഷികളുടെ പേരുകൾ നൽകിയ സ്ഥലത്ത് എഴുതാം. ആക്ടിവിറ്റി 10, എഗ്സ് ടു ചിക്സ് ഗെയിം. ഇതൊരു രസകരമായ ഡൈസ് ഗെയിമാണ്. കളി തുടങ്ങുന്നതിനു മുമ്പ് ഓരോ കുട്ടിയും ഒരു കൗണ്ടർ എടുക്കണം. കൗണ്ടർ നമ്പർ 1 വയ്ക്കണം. ഡൈസ് എറിഞ്ഞപ്പോൾ ലഭിക്കുന്ന ഡോട്ട്സ് എണ്ണുക. അത്രയും ബോക്സസ് മുന്നോട്ട് കൗണ്ടർ നീക്കണം. ചില ബോക്സസിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന്, ഡ്രിങ്ക് മിൽക്ക് ആൻഡ് ഗോ ടു കോളം 17. അപ്പോൾ നേരെ നമ്പർ 17ലേക്ക് പോകണം. ഡേഞ്ചർ, ഗോ ടു കോളം 3. അപ്പോൾ നമ്പർ 3ലേക്ക് തിരികെ പോകണം. ഫോക്സ് ഹിയർ, ഗോ ടു കോളം 5. ഫോക്സ് വന്നതിനാൽ നമ്പർ 5ലേക്ക് മടങ്ങണം. നമ്പർ 21ലെത്തിയാൽ എഗ്സ് ഹാച്ച് ചെയ്യും. ആദ്യം നമ്പർ 21ലെത്തുന്ന കുട്ടിയാണ് വിന്നർ. ആക്ടിവിറ്റി 11, അറ്റ് ദ ഹെൻ ഹൗസ്. ഡിംപിളും ട്വിങ്കിളും എഗ് വിരിയാൻ കാത്തിരിക്കുകയാണ്. അവർ എല്ലാ ദിവസവും ഹെൻ ഹൗസ് സന്ദർശിക്കുന്നു. അവരുടെ അമ്മ അത് ശ്രദ്ധിച്ചു. മദർ ചോദിക്കുന്നു, വൈ ഡു യു വിസിറ്റ് ദ ഹെൻ ഹൗസ് എവറി ഡേ? ട്വിങ്കിൾ പറയാം, വി ആർ വെയിറ്റിംഗ് ഫോർ ദ എഗ് ടു ഹാച്ച്. മദർ വീണ്ടും ചോദിക്കുന്നു, ഡു യു വാണ്ട് ടു സീ ദ ചിക്ക്? ഡിംപിൾ പറയുന്നു, യെസ്, വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു സീ ഇറ്റ്. ഇവിടെ ഈഗർലി എന്ന വാക്കിന്റെ അർത്ഥം വളരെ ആകാംക്ഷയോടെ എന്നാണ്. ആക്ടിവിറ്റി 12, ബേബീസ് ഓഫ് ആനിമൽസ്. ഒരു പക്ഷിയുടെ കുഞ്ഞിനെ ചിക്ക് എന്ന് വിളിക്കുന്നു. ഇനി മറ്റു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ നോക്കാം. ബേർഡ്, ചിക്ക്, കാറ്റ്, കിറ്റൻ, കൗ, കാഫ്, ഡോഗ്, പപ്പി. ഇനി ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യാം. ദ ബേർഡ് ഈസ് ഫീഡിംഗ് ഇറ്റ്സ് ചിക്ക്. പക്ഷി അതിന്റെ കുഞ്ഞിന് ഭക്ഷണം നൽകുകയാണ്. എ കാറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഇറ്റ്സ് കിറ്റൻ. പൂച്ച അതിന്റെ കുഞ്ഞിനോടൊപ്പം നടക്കുകയാണ്. എ കൗ ഈസ് ലിക്കിംഗ് ഇറ്റ്സ് കാഫ്. പശു അതിന്റെ കുഞ്ഞിനെ നക്കുകയാണ്. എ ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് പപ്പി. നായ അതിന്റെ കുഞ്ഞിനെ നോക്കുകയാണ്. ആൻസേഴ്സ് ഒരിക്കൽ കൂടി പറയാം. 1, ചിക്ക്. 2, കിറ്റൻ. 3, കാഫ്. 4, പപ്പി. ആക്ടിവിറ്റി 13, എബിലിറ്റീസ് ഓഫ് ആനിമൽസ്. ഗോൾഡിക്ക് നദിയിൽ നീന്താൻ കഴിയും. പക്ഷേ ഹെന്നും ചിക്സിനും നീന്താൻ കഴിയില്ല. ഗോൾഡി പറയുന്നു, ഐ ക്യാൻ സ്വിം. ചിക്ക് പറയുന്നു, ഐ ക്യാൻ സ്വിം ബട്ട് ഐ ക്യാൻ വാക്ക്. ബേർഡ് പറയുന്നു, ഐ ക്യാൻ ഫ്ലൈ ഹൈ. ഫിഷിന്റെ സ്പീച്ച് ബബിളിൽ ഇങ്ങനെ എഴുതാം, ഐ ക്യാൻ സ്വിം ഇൻ വാട്ടർ. ഓരോ ജീവിക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. പക്ഷികൾ ചിറകുകൾ ഉപയോഗിച്ച് പറക്കും. ഫിഷ് ഫിൻസ് ഉപയോഗിച്ച് നീന്തും. ചില പക്ഷികൾക്ക് നടക്കാനും പറക്കാനും കഴിയും. ആക്ടിവിറ്റി 14, ഫൈൻഡ് ദ ഡിഫറൻസസ്. 2 പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്.
പിക്ചർ 1 പിക്ചർ 2 ശ്രദ്ധയോടെ നോക്കി അവയിലെ ഡിഫറൻസസ് കണ്ടെത്തണം. പിക്ചർ 1 വാട്ടർ ക്ലിയർ ആണ്, പിക്ചർ 2 വാട്ടർ ക്ലിയർ അല്ല. ആൻസേഴ്സ് നോക്കാം. പിക്ചർ 1 ദ വാട്ടർ ഇസ് ക്ലിയർ, പിക്ചർ 2 ദ വാട്ടർ ഇസ് നോട്ട് ക്ലിയർ. പിക്ചർ 1 എ ക്രെയിൻ ഇസ് സ്റ്റാൻഡിംഗ് ഇൻ ദ റിവർ, പിക്ചർ 2 നോ ക്രെയിൻ ഇസ് സ്റ്റാൻഡിംഗ് ഇൻ ദ റിവർ. പിക്ചർ 1 ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, പിക്ചർ 2 നോ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ. പിക്ചർ 2 പിക്ചർ 1 the land is green, പിക്ചർ 2 the land is not green. പിക്ചർ 1 there are fish in the water, പിക്ചർ 2 there are no fish in the water. ഡേർട്ടി വാട്ടർ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യർക്കും അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ നദികളിലും കുളങ്ങളിലും വേസ്റ്റ് ഇടരുത്. ആക്ടിവിറ്റി 15 അറേഞ്ച് ദ ഈവൻറ്റ്സ്. ഡിംപിളും ട്വിങ്കിളും നടന്ന സംഭവങ്ങളെല്ലാം ഗ്രാൻഡ്പയോട് പറഞ്ഞു. ഇവിടെ സ്റ്റോറി ഈവൻറ്റ്സ് ക്രമം തെറ്റിച്ചാണ് നൽകിയിരിക്കുന്നത്. ശരിയായ ഓർഡറിൽ എഴുതണം. കറക്റ്റ് ഓർഡർ. First, Dimple and Twinkle got a golden egg. Second, they put the egg in the hen's house. Third, the egg hatched out and a beautiful chick came out. Fourth, they named the chick Goldie. ഈ 4 സെന്റൻസസ് ശരിയായ ക്രമത്തിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് എഴുതണം. ആക്ടിവിറ്റി 16 നോട്ടീസ് ബോർഡ്. വില്ലേജേഴ്സ് എല്ലാവരും ചേർന്ന് റിവർ വൃത്തിയാക്കി. റിവർ വീണ്ടും ഡേർട്ടി ആകാതിരിക്കാൻ അവർ അവിടെ ഒരു നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചു. നോട്ടീസ് ബോർഡിൽ എഴുതാൻ പറ്റിയ സെന്റൻസ് കീപ് ദ റിവേഴ്സ് ക്ലീൻ അല്ലെങ്കിൽ ഡു നോട്ട് ത്രോ വേസ്റ്റ് ഇൻ ടു ദ റിവർ. കീപ് ദ റിവർ ക്ലീൻ എന്നതിന്റെ അർത്ഥം നദി വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ്. നോട്ടീസ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വ്യക്തമായി എഴുതാം. ആക്ടിവിറ്റി 17 ഫെസ്റ്റിവൽ പോസ്റ്റർ. ഫെസ്റ്റിവൽ സീസൺ വീണ്ടും എത്തിയപ്പോൾ ഗ്രാമത്തിലേക്ക് വരുന്ന ആളുകളെ സ്വാഗതം ചെയ്യാൻ വില്ലേജേഴ്സ് ഒരു പോസ്റ്റർ തയ്യാറാക്കി. പോസ്റ്ററിന്റെ ഹെഡിംഗ് FESTIVALOFBIRDS ഇട്ടോ. പോസ്റ്റർ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ ബേർഡ്സ്, ഫ്ലവേഴ്സ്, ബലൂൺസ്, ലീവ്സ്, ഫ്ലാഗ്സ് എന്നിവ വരച്ച് കളർ ചെയ്യാം. പോസ്റ്ററിൽ ഇങ്ങനെ എഴുതാം FESTIVALOF birds. Welcome everyone. Come and enjoy the celebration. Keep our village clean. ഹെഡിംഗ് വലിയ കളർഫുൾ ലെറ്റേഴ്സിൽ എഴുതാൻ ശ്രദ്ധിക്കണം. ആക്ടിവിറ്റി 18 Who said these? സ്റ്റോറിയിലെ ചില ഡയലോഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓരോ ഡയലോഗും പറഞ്ഞ കഥാപാത്രത്തിന്റെ പേര് ബോക്സിൽ എഴുതണം. We will call you Goldie. ഇത് പറഞ്ഞത് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ. Please take care of this egg too. ഇത് ഹെന്നോട് പറഞ്ഞത് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ. Look, Goldie swims well. ഇത് ഗോൾഡി നീന്തുന്നത് കണ്ടപ്പോ ഡിംപിൾ ഓർ ട്വിങ്കിൾ പറഞ്ഞതാണ്. ക്ലക്ക് ബിന്ദു ഡോട്ട് ക്ലക്ക്. ഈ ശബ്ദമുണ്ടാക്കുന്നത് മദർ ഹെൻ. ദിസ് ഇസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്. ഗോൾഡി ഒരു റെയിൻബോ ബേർഡിന്റെ ചിക്കാണെന്ന് തിരിച്ചറിഞ്ഞ കഥാപാത്രത്തിന്റെ പേര് മെയിൻ സ്റ്റോറി നോക്കി എഴുതണം. ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ. ഇത് പറഞ്ഞത് ഗ്രാൻഡ്പാ. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഇസ്. ചിക്ക് എഗിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഡിംപിൾ ഓർ ട്വിങ്കിൾ പറഞ്ഞതാണ്. സ്റ്റോറിയിലെ എക്സാക്ട് സ്പീക്കർ നെയിം അനുസരിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പേരെഴുതണം. ആക്ടിവിറ്റി 19 ക്രോസ്വേർഡ് പസിൽ. ഇനി നമുക്ക് ക്രോസ്വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാം. ഡൗൺ. നമ്പർ 1 The water in the was dirty. Answer RIVER. Number 2 Dimple and Twinkle named the chick. Answer GOLDIE. Across. Number 2 One day visited the children. Answer GRANDPA. Number 3 Haridagiri is a beautiful. Answer VILLAGE. Number 4 The villagers decorated the houses of birds. ആൻസർ FESTIVAL. ക്രോസ്വേർഡ് എഴുതുമ്പോൾ ഓരോ ബോക്സിലും ഓരോ ലെറ്റർ വീതം എഴുതണം. ആക്ടിവിറ്റി 20 ആഡ് ലൈൻസ് ടു ദ സോങ്. ഇവിടെ ഒരു മനോഹരമായ ബേർഡ് സോങ് നൽകിയിട്ടുണ്ട്. എ ബേർഡി ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ. ഒരു ചെറിയ പക്ഷി ആകാശത്തിലൂടെ വളരെ ഉയരത്തിൽ പറക്കുന്നു. സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിങ്സ് സോ ഫ്രീ. അത് മരക്കൊമ്പിലിരുന്ന് സന്തോഷത്തോടെ പാടുന്നു. വെൻ ദ സമ്മർ എൻഡ്സ് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ്. സമ്മർ കഴിയുമ്പോൾ പക്ഷി അതിന്റെ കൂട്ടുകാരോടൊപ്പം തിരികെ പറക്കുന്നു. ഇനി ഈ സോങ്ങിലേക്ക് നമ്മൾ കൂടുതൽ ലൈൻസ് ചേർക്കണം. ഉദാഹരണം കം അഗെയിൻ ലിറ്റിൽ ബേർഡ് വി വിൽ വെയിറ്റ് ഫോർ യു. സിംഗ് യുവർ ലവ്ലി സോങ് അഗെയിൻ അണ്ടർ ദ സ്കൈ സോ ബ്ലൂ. കുട്ടികൾക്ക് സ്വന്തം ഇമാജിനേഷൻ ഉപയോഗിച്ചും പുതിയ ലൈൻസ് എഴുതാം. ആക്ടിവിറ്റി 21 മാച്ച് ദ ഡയലോഗ്സ്. അവസാനത്തെ ആക്ടിവിറ്റിയിൽ 4 പിക്ചേഴ്സും 4 ഡയലോഗ്സും നൽകിയിട്ടുണ്ട്. എല്ലാ ഡയലോഗ്സും ആദ്യം വായിക്കാം. ലുക്ക് ഇറ്റ്സ് അവർ പിപ്പ്. നോക്കൂ, അത് നമ്മുടെ പിപ്പാണ്. ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്. അവൻ എല്ലാ മീനുകളെയും തിന്നും. ഡോണ്ട് വറി ഡിയർ. വിഷമിക്കേണ്ട കുഞ്ഞെ. ഐ ആം അഫ്രെയ്ഡ് ഓഫ് വാട്ടർ. എനിക്ക് വെള്ളത്തെ പേടിയാണ്. ഇനി പിക്ചേഴ്സിന് അനുയോജ്യമായ ഡയലോഗ്സ് എഴുതാം.
ആദ്യത്തെ പിക്ചറിലെ അഡൾട്ട് പെൻഗ്വിൻ പറയുന്നത് ഡോണ്ട് വറി ഡിയർ. രണ്ടാമത്തെ പിക്ചറിൽ വെള്ളത്തെ പേടിക്കുന്ന പിപ്പ് പറയുന്നു ഐ എം അഫ്രെയ്ഡ് ഓഫ് വാട്ടർ. മൂന്നാമത്തെ പിക്ചറിന് അനുയോജ്യമായ ഡയലോഗ് ഹീ വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്. അവസാനത്തെ പിക്ചറിൽ ആളുകൾ പിപ്പിനെ കണ്ടെത്തുമ്പോൾ പറയുന്നു ലുക്ക് ഇറ്റ്സ് അവർ പിപ്പ്. ഇങ്ങനെ ആക്ടിവിറ്റി 21 കംപ്ലീറ്റ് ചെയ്യാം. കുട്ടികളെ, ഇന്ന് നമ്മൾ യൂണിറ്റ് 3 ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് 1 മുതൽ 21 വരെ പഠിച്ചു. ഫെസ്റ്റിവൽസ്, വില്ലേജ്, ബേർഡ്സ്, ആനിമൽ ബേബീസ്, ക്ലീൻ റിവർ, കോൺവെർസേഷൻസ്, പോസ്റ്റർ, സോങ് എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഈ യൂണിറ്റ് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കണം. നദികളും ഗ്രാമവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. അനാവശ്യമായി ഹോൺ മുഴക്കുകയോ വെള്ളത്തിൽ വേസ്റ്റ് ഇടുകയോ ചെയ്യരുത്. എല്ലാ ആക്ടിവിറ്റീസും നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ നീറ്റായി കംപ്ലീറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ. ബൈ.